ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബഹറിൻ ഡയറീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അരയന്നങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതേ എൻ്റെ ബാക്കിൽ കണ്ടോ നിറയെ അരയന്നങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ അരയന്നങ്ങളാണ്. നല്ല സുന്ദരി മണികളായ വെളുത്ത അരയന്നങ്ങൾ തടാകത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്ന കാഴ്ച കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകങ്ങളാണ് ഈ സുന്ദരമായ അരയന്നങ്ങൾ. വെള്ളത്തിൽ നീന്താൻ അനുയോജ്യമായ കാൽപാദങ്ങളാണ് കേട്ടോ ഇവയുടേത്. ഇതാ നോക്കിയേ, എന്ത് പരന്നിട്ടാണല്ലേ ഇവരുടെ കാൽപാദങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കൊക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? നല്ല പിങ്ക് ഓറഞ്ച് നിറത്തിലുള്ള കൊക്കുകളാണല്ലേ. അരയന്നങ്ങൾ മറ്റു പക്ഷികളെ പോലെയല്ല കേട്ടോ. ഇവയുടെ ഇണയുമായിട്ടുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ബോണ്ടിങ് ആണ്. ഇവയ്ക്ക് മനുഷ്യരെ പോലെ തന്നെ ജീവിതകാലം മുഴുവൻ ഒരു ഇണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവയെ പ്രണയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകങ്ങളായി കണക്കാക്കുന്നു. ഒരു പക്ഷേ അരയന്നങ്ങൾക്ക് അവയുടെ പങ്കാളിയെ നഷ്ടമായാൽ അവയ്ക്ക് വളരെ വലിയ ദുഃഖം അനുഭവിക്കേണ്ടി വരികയും രണ്ടാമതൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ഇവ ചെയ്യാറ്. ഇത് ഇവയുടെ പ്രണയത്തിന്റെ ഒരു ഉദാഹരണമാണ്. തവിട്ട് നിറത്തിലും വെളുത്ത നിറത്തിലുമുള്ള തൂവലുകളാണ് കേട്ടോ ഇവയ്ക്ക്. പിന്നെ നല്ല നീണ്ട കഴുത്തും നീണ്ട ചുണ്ടുകളും നീണ്ട കാലുകളുമൊക്കെയാണ്. ഇണ ചേർന്നതിനു ശേഷം 4 മുതൽ 7 മുട്ട വരെയാണ് ഇവർ വിരിയിക്കാറ്. പങ്കാളികൾ ഇരുവരും ചേർന്നാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം. ഏറ്റവും വലിയ ജലപക്ഷിയാണ് കേട്ടോ ഈ വെളുത്ത അരയന്നങ്ങൾ. പിന്നെ ഇവയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പറക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പക്ഷി കൂടിയാണ്. ഏകദേശം 15 കിലോയോളം ഭാരം ഇവയ്ക്ക് വരാറുണ്ട്. ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ തണുപ്പ് രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. ഇവയ്ക്ക് മാർക്കറ്റിൽ നല്ല വിലയാണ് കേട്ടോ. ഒരു ജോഡി അരയന്നങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ വില വരുന്നുണ്ട്. വെള്ളത്തിൽ കാണുന്ന ചിലയിനം പായലുകളും ആൽഗകളും ഇലകളുമൊക്കെയാണ് ഇവയുടെ ഭക്ഷണം. പിന്നെ അതുപോലെ തന്നെ ജലത്തിൽ കാണുന്ന ചെറിയ ചില ജലജീവികളും ഇവ ഭക്ഷണമാക്കാറുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ബഹ്റൈനിലെ സൽമാനിയയിലുള്ള വാട്ടർ ഗാർഡനിൽ വെച്ചിട്ടാണ് കേട്ടോ. കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു തടാകത്തിലാണ് ഈ അരയന്നങ്ങൾ വസിക്കുന്നത്. ഇവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് ചില ധാന്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവർ സന്ധ്യാസമയത്ത് കരയ്ക്ക് കയറിയിട്ട് ധാന്യങ്ങൾ കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തടാകത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ചെറിയൊരു ദ്വീപ് പോലെ ഒരു ഏരിയ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ അരയന്നങ്ങൾ വിശ്രമിക്കുന്നത് ആ ഒരു ഏരിയയിലാണ്. വെളുത്ത നിറത്തിലുള്ള അരയന്നങ്ങൾ മാത്രമല്ല കേട്ടോ, കറുത്ത നിറത്തിലുള്ള അരയന്നങ്ങളും ഉണ്ട്. ഇവ സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും കൂട്ടമായിട്ടാണ് കേട്ടോ. അവരുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണയായി നാം കഥകളിലും കവിതകളിലുമൊക്കെയാണ് അരയന്നങ്ങളെ പറ്റി കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അരയന്നങ്ങളെ കണ്ടത്. നാട്ടിൽ ഗൂസ് ഉണ്ടല്ലോ, ഗൂസാണ് അരയന്നം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ശുദ്ധമായ വെള്ളത്തിൽ ജീവിക്കുകയാണെങ്കിൽ അരയന്നങ്ങളുടെ നിറം നല്ല തൂവെള്ള നിറമായിരിക്കും കേട്ടോ. ഇവിടെ ഈ വാട്ടർ ഗാർഡനിൽ വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ളൊരു വെള്ളമാണ് ഇവയ്ക്ക് ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ചിറകുകളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ അരയന്നങ്ങളുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ.